വിമർശകർക്കൊരിക്കൽ കൂടി ബാറ്റ് കൊണ്ട് രോഹിത്തിന്റെ മറുപടി. ഫ്ളാറ്റ് പിച്ചിൽ 3 മുൻനിര വിക്കറ്റുകൾ വീണപ്പോൾ ഉത്തരവാദിത്തം ക്യാപ്റ്റൻ തന്നെ ഏറ്റെടുത്തു. രവീന്ദ്ര ജഡേജയുമൊത്ത് 204 റൺസിന്റെ പാർട്ണർഷിപ്പ്, ഒപ്പം ഒരു ഫൈറ്റിംഗ് സെഞ്ചുറിയും. ഒട്ടും ഡേഞ്ചർ അല്ലാതിരുന്ന പിച്ചിൽ 3 യുവതാരങ്ങളാണ് പെട്ടെന്ന് മടങ്ങിയത്. ജയ്സ്വാൾ 10ഉം പടീദർ 5ഉം സ്കോർ ചെയ്തപ്പോൾ ശുഭ്മൻ ഗിൽ വീണ്ടും പഴയപടി, ഒരു 9 ബോൾ ഡക്ക്. 2 ഡെബ്യൂട്ടൻസിനെ സമ്മർദ്ദത്തിൽ പറഞ്ഞേക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. പകരം ജഡേജയ്ക്ക് ബാറ്റിംഗ് പ്രൊമോഷൻ. ബാറ്റ് കൊണ്ടുള്ള തന്റെ കൺസിസ്റ്റൻസി ജഡേജ തുടർന്നു. കൃത്യമായ സമയത്ത് അറ്റാക്കിംഗ് നടത്തി രോഹിത്തും മുന്നേറിയപ്പോൾ ഇന്ത്യ ഡ്രൈവിംഗ് സീറ്റിൽ. സെക്കൻഡ് സെഷനിൽ ഒരു വിക്കറ്റ് പോലും നേടാൻ ഇംഗ്ലണ്ടിനായില്ല. ഈ പരമ്പരയിൽ ആദ്യമായാണ് ഒരു സെഷൻ വിക്കറ്റ്ലെസ് ആവുന്നത്. ടീ ബ്രേക്കിന് ശേഷം രോഹിത്തിന്റെ കാത്തിരുന്ന സെഞ്ചുറി എത്തി. പൊരുതി നേടുന്ന സെഞ്ചുറിയിൽ അല്പം ആനിമേറ്റഡ് ആവാറുണ്ട് മിക്ക ബാറ്റേഴ്സും. എന്നാലൊന്ന് ഹെൽമെറ്റ് പോലും ഊരാതെ ബാറ്റ് ഉയർത്തുക മാത്രമാണ് ഹിറ്റ്മാൻ ചെയ്തത്. വളരെ സോഫ്റ്റ് ആയിരുന്നു ഡിസ്മിസലും. എന്നാൽ അപ്പോഴേക്കും ഇന്ത്യ മികച്ച നിലയിൽ എത്തിയിരുന്നു. ഡെബ്യൂട്ടൻ സർഫ്രാസിന്റെ കിടിലൻ ബാറ്റിംഗ് ആണ് പിന്നീട് കണ്ടത്. സെഞ്ചുറി ലക്ഷ്യമാക്കി എഴുന്ന ജഡേജ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അറ്റാക്കിംഗ് ബാറ്റിംഗോടെ സർഫ്രാസ്. തേർഡ് സെഷനിൽ ഇന്ത്യ 300 കടന്ന് മുന്നോട്ട്. ആദ്യ ഇന്നിംഗ്സിൽ തന്നെ സർഫ്രാസിന്റെ 50യും വന്നു. എന്നാൽ സെഞ്ചുറിക്കായുള്ള ജഡേജയുടെ തിടുക്കം താരത്തിന്റെ കളി അവസാനിപ്പിക്കുകയായിരുന്നു. മാർക്ക് വുഡിന്റെ നേരിട്ടുള്ള എയറിൽ സർഫ്രാസ് റൺഔട്ട്. തന്റെ തൊപ്പി വലിച്ചെറിഞ്ഞാണ് രോഹിത് രോഷം പ്രകടമാക്കിയത്. തൊട്ടു പിന്നാലെ ജഡേജ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു. ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ 326 റൺസാണ് ഇന്ത്യൻ സ്കോർ ബോർഡിൽ. ധ്രുവ് ജൂറലും അശ്വിനുമടക്കം ഇനി ഇറങ്ങാനുമുണ്ട്. 400 മുകളിൽ തന്നെയായിരിക്കും ഇന്ത്യ ലക്ഷ്യം വയ്ക്കുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.